അമേരിക്ക ചന്ദ്രനിലേക്ക് മനുഷ്യനെ കയറ്റി അയക്കുന്ന ആർട്ടിമിസ് ദൗത്യം വിജയകരമായി പൂർത്തിയായി. എന്നാൽ ഇന്ത്യ ബഹിരാകാശത്തേക്ക് മനുഷ്യനെ അയക്കുന്ന ഗഗൻയാൻ എന്ന ദൗത്യം അത് എവിടെ വരെയായി? ആ സംഘത്തിൽ ഒരു മലയാളി ഉണ്ടെന്ന കാര്യവും നമുക്കെല്ലാവർക്കും അറിയാവുന്നതുമാണ്. എന്തായി ആ ഒരു ദൗത്യം? നമ്മൾ ഇത്തിരി ഡിലേ ആണ് ഉള്ളത് പറയണമല്ലോ, ഇത്തിരി ഡിലേ ആണ്. പക്ഷേ അത് വളരെ സജീവമായിട്ട് മുന്നോട്ട് പോകുന്നുമുണ്ട്. 2026 ഈ ഗഗൻയാൻ ദൗത്യം പൂർത്തിയാക്കും എന്നുള്ളതായിരുന്നു നമ്മുടെ പ്രഖ്യാപനം. പക്ഷേ അത് അടുത്ത വർഷമേ നടക്കുകയുള്ളൂ. അതിനെക്കുറിച്ച് ISRO തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. ഇത് ഒരു കെട്ടിടം നിർമ്മിക്കുന്നത് പോലെയോ അതേപോലുള്ളൊരു പരിപാടിയല്ല. ഇത് മനുഷ്യനെ ബഹിരാകാശത്തേക്ക് എത്തിക്കാനുള്ള ഒരു പരിപാടിയാണ്. ഇന്ത്യ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു ദൗത്യത്തിൽ ഏർപ്പെടുന്നത്. അപ്പോൾ ഒരു അപകട സാധ്യത വളരെ കുറയ്ക്കുക, അതുകൊണ്ട് പരിപൂർണ തയ്യാറെടുപ്പ് പൂർത്തിയാക്കിയതിന് ശേഷം മാത്രമേ ഇത് നടപ്പിലാക്കൂ. അതുകൊണ്ടാണ് ഇതിൻ്റെ തീയതി ഇങ്ങനെ നീണ്ടു പോകുന്നത്. ഏതായാലും അതിനെക്കുറിച്ച് ഏറ്റവും പുതിയ അപ്ഡേറ്റ്, ഈ ബഹിരാകാശ പേടകമുണ്ടല്ലോ, ഈ സഞ്ചാരികൾ 4 സഞ്ചാരികളാണ് അതിലുള്ളത്. അപ്പോൾ ഈ ബഹിരാകാശ സഞ്ചാരികൾക്ക് പോയി തിരിച്ചു വരാനുള്ള ആ പേടകം, ക്യാപ്സൂൾ എന്നാണ് അത് അറിയപ്പെടുക, അതിൻ്റെ 2ാമത് എയർ ഡ്രോപ്പ് പൂർത്തിയാക്കി. സംയോജിത ദൗത്യമാണ്. അതിൽ നമ്മുടെ വ്യോമസേന പങ്കാളിയാണ്, നാവികസേന പങ്കാളിയാണ്, ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ DRDO അവരും പങ്കാളിയാണ്. അപ്പോൾ ഈ 5 ടണ്ണിന് മേൽ ഭാരമുള്ള ഈ ക്യാപ്സൂളിനെ വഹിച്ചുകൊണ്ട് നമ്മുടെ ഒരു സൈനിക ഹെലികോപ്റ്റർ, ചിനൂക്ക് ഹെലികോപ്റ്റർ, ഈ 2 ബമ്പറുള്ള ഹെലികോപ്റ്റർ ഉണ്ടല്ലോ, അത് വലിയ അത്രയ്ക്കും ഭാരം വഹിക്കാൻ ശേഷിയുള്ള ഹെലികോപ്റ്റർ, അത് ഏതാണ്ട് 3 കിലോമീറ്റർ വരെ ഉയരത്തിൽ പൊങ്ങി പറന്ന് നമ്മുടെ സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ അറിയാമല്ലോ, ഈ റോക്കറ്റ് വിക്ഷേപിക്കുന്ന, അപ്പോൾ ആ പ്രദേശത്ത് തന്നെയാണ് ഈ പരീക്ഷണം നടത്തിയത്. 3 കിലോമീറ്റർ ഉയരത്തിൽ പറന്നിട്ട് ഈ ക്യാപ്സൂൾ റിലീസ് ചെയ്തു. അപ്പോൾ ബഹിരാകാശത്ത് പോയി മടങ്ങി വരുമ്പോഴുള്ള ആ ഒരു അവസ്ഥ അതൊന്ന് സൃഷ്ടിക്കാനാണ് അവർ ഉദ്ദേശിച്ചത്. അപ്പോൾ വരുന്ന വഴിക്ക് ഇതിലൊരു 10 പാരച്യൂട്ടുകളുണ്ട്. അതുവഴിയാണ് ഇതിൻ്റെ വേഗത നിയന്ത്രിച്ച് അത് സോഫ്റ്റ് ലാൻഡ് ചെയ്യുക, സുരക്ഷിതമായി താഴെ ഇറങ്ങുക. അപ്പോൾ ഈ പാരച്യൂട്ടുകളുടെ വിന്യാസം അത് കൃത്യ ഇടവേളകളിൽ 10 ഒരുമിച്ചല്ല 4 ഘട്ടങ്ങളായിട്ടാണ് തുറക്കുന്നത്. അപ്പോൾ അത് കൃത്യമായി തുറന്നു. അപ്പോൾ ആ 2ാം ഘട്ടം, നേരത്തെ ഇതേപോലെ ഹെലികോപ്റ്റർ ഉപയോഗിച്ച് ഒന്ന് ഇതേപോലെ താഴത്തേക്ക് ഇട്ടെന്ന് പരീക്ഷിച്ചിരുന്നു. ഇപ്പോൾ അതും പൂർത്തിയായി. ഇനിയാണ് നിർണായക ഘട്ടത്തിലേക്ക് പോകുന്നത്. ഇനി നമ്മൾ നമ്മുടെ ഈ ഗഗൻയാൻ ദൗത്യത്തിൽ ആളില്ലാ വിക്ഷേപണത്തിലേക്ക് കടക്കുകയാണ്. ഈ ടെസ്റ്റ് വിക്ഷേപണമുണ്ട്, 3 ടെസ്റ്റ് വിക്ഷേപണമുണ്ട്. അതിലേക്ക് ഈ വർഷം അവസാനം ആദ്യത്തെ വിക്ഷേപണം ഉണ്ടാകും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ ഈ പേടകം സുരക്ഷിതമായി ബഹിരാകാശത്ത് പോയി അത് സുരക്ഷിതമായി തിരിച്ച് സോഫ്റ്റ് ലാൻഡ് ചെയ്യുക, സ്പ്ലാഷ് ഡൗൺ എന്നാണ് പറയുക. സാധാരണ ഇത് ഇത്തരത്തിൽ പാരച്യൂട്ട് വഴി സമുദ്രത്തിലായിരിക്കും വന്നിറങ്ങുക, അതിനെ സ്പ്ലാഷ് ഡൗൺ എന്നാണ് പറയുക. അത്തരത്തിലുള്ള സംഗതി കൃത്യമായി നടക്കുന്നുണ്ടോ എന്നുള്ള ടെസ്റ്റാണ് ആദ്യം. 2ാമത്തെ ടെസ്റ്റും വീണ്ടും ഒന്നുകൂടി നമ്മൾ വിക്ഷേപിക്കും. അപ്പോൾ അതിൽ ഒരാൾ കൂടി ഉണ്ടാവും, മനുഷ്യനല്ല, വ്യോമമിത്ര എന്ന പേരിലുള്ള റോബോട്ട്. നമ്മൾ പണ്ട് കേട്ടിട്ടുണ്ടല്ലോ, ലൈക്ക എന്ന് പറയുന്ന ഒരു നായയെ മുമ്പ് ആദ്യത്തെ വിക്ഷേപണത്തിൽ. അപ്പോൾ ഇപ്പോൾ നമുക്ക് റോബോട്ടിക് സാങ്കേതിക വിദ്യ ഉള്ളതുകൊണ്ട് നമ്മൾ വ്യോമമിത്ര എന്ന് പറയുന്ന ഒരു സ്ത്രീ റോബോട്ടിനെ, ഒരു സ്ത്രീ എന്ന രീതിയിൽ വേഷവിധാനത്തോടു കൂടിയാണ് സജ്ജീകരിക്കുക. അങ്ങനെ വ്യോമമിത്രയെ നമ്മൾ 2ാമത് വിക്ഷേപണത്തിൽ കയറ്റി അയക്കും. 3ാമത്തത്, അപ്പോൾ ഇത് രണ്ടും നമ്മൾ വിജയകരമായി പൂർത്തിയാക്കിയാലുള്ള സാധ്യതകളാണ് നോക്കുന്നത്. 3ാമത്തെ ടെസ്റ്റ് പരീക്ഷണത്തിൽ ഏതെങ്കിലും സാഹചര്യത്താൽ ഒരു പ്രശ്നമുണ്ടായാൽ ഈ ദൗത്യം നമുക്ക് അബോർട്ട് ചെയ്യേണ്ടി വരും, ദൗത്യം അവസാനിപ്പിക്കേണ്ടി വരും. അപ്പോൾ അതിൻ്റെ സാധ്യതകൾ എങ്ങനെയാണ് അത് പരീക്ഷിക്കാനായിട്ടാണ് 3ാമത്തെ ടെസ്റ്റ് വിക്ഷേപണം നടത്തുക. അതിനുശേഷമാണ് ഈ മനുഷ്യനെ കയറ്റി ഉള്ള വിക്ഷേപണത്തിലേക്ക് പോവുക. ഇപ്പോൾ ഇതിൽ നമ്മൾ നേരത്തെ ചേട്ടൻ പറഞ്ഞു ഒരു മലയാളിയുണ്ട്, പ്രശാന്ത് ബാലകൃഷ്ണൻ, വിംഗ് കമാൻഡറാണ്, ഗ്രൂപ്പ് ക്യാപ്റ്റനാണ്. വിംഗ് കമാൻഡർ നമ്മുടെ ശുഭാൻഷു ശുക്ല, അദ്ദേഹം നേരത്തെ ഒരു 6-7 മാസം മുമ്പ് ആക്സിയം 4 എന്ന് പറയുന്ന ഒരു അമേരിക്കൻ ദൗത്യത്തിൽ ഒന്ന് ബഹിരാകാശത്ത് പോയിട്ട് വന്നതേ ഉള്ളൂ. അപ്പോൾ ആ അനുഭവ സമ്പത്ത് അതിൽ മുതൽക്കൂട്ടാം. അപ്പോൾ ഈ പ്രശാന്ത് ബാലകൃഷ്ണൻ, പിന്നെ ഒരു അൻകിത് ചൗഹാൻ, അങ്ങനെ ഒരു 4 പേരും, മറ്റൊരാളുടെ പേര് ഞാൻ വിട്ടുപോയി. ഇവരെല്ലാവരും ഗ്രൂപ്പ് ക്യാപ്റ്റന്മാരും. വിംഗ് കമാൻഡർ ഈ ശുഭാൻഷു ശുക്ല, അദ്ദേഹമാണ് ലീഡർ. അപ്പോൾ ഈ 4 അംഗ സംഘമാണ് ഈ ദൗത്യത്തിലുള്ളത്. അപ്പോൾ ഇവരെ ഈ നമ്മൾ ബഹിരാകാശത്തേക്ക് എത്തിക്കുക, ഏതാണ്ട് ഭൂമിയിൽ നിന്ന് 400 കിലോമീറ്റർ ഉപരിയായിട്ടുള്ളൊരു സ്ഥലമാണ്. മുമ്പ് നമ്മളൊരു ഇന്ത്യക്കാരൻ പോയിട്ടുണ്ട്, രാജേഷ് ചൗഹാൻ. അത് കഴിഞ്ഞാൽ പിന്നെ ശുഭാൻഷു ശുക്ല. പക്ഷേ ഇന്ത്യയുടേതായിട്ട് ഈ ഒരു ദൗത്യം വിജയകരമായി പൂർത്തിയാക്കുന്ന 4ാമത് മാത്രം രാജ്യമാകും ഇന്ത്യ.
നേരത്തെ അമേരിക്ക, സോവിയറ്റ് യൂണിയൻ, റഷ്യ, അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയൻ, റഷ്യ, ചൈന. ഇത് കഴിഞ്ഞാൽ പിന്നെ ഈ അച്ചീവ്മെന്റ് കിട്ടുന്ന നാലാമത്തെ രാജ്യം നമ്മുടെ രാജ്യമായിരിക്കും. അപ്പോൾ ഈ 400 കിലോമീറ്റർ ഉപരിയായിട്ടുള്ള ഈ ബഹിരാകാശ മേഖലയിൽ ചെന്നിട്ട് അവർ കുറച്ച് സമയം, ഏതാണ്ട് മണിക്കൂറുകൾ അവിടെ ചെലവഴിച്ച് വിജയകരമായി പൂർത്തിയാക്കി തിരിച്ചിറങ്ങുക. ഏതാണ്ട് 3 ദിവസം കൊണ്ടാണ് ഈ ദൗത്യം പൂർത്തിയാക്കുക. അപ്പോൾ അങ്ങോട്ട് പോകുന്നതിനേക്കാൾ വിഷമകരമാണ് തിരിച്ചു വരുന്നത്. കാരണം അങ്ങോട്ട് പോകാൻ നമുക്ക് റോക്കറ്റ് സാങ്കേതിക വിദ്യയുണ്ട്, തിരിച്ചിങ്ങോട്ട് ഈ ക്യാപ്സൂളാണ് വരുന്നത്. അത് ഈ നമ്മുടെ ഭൂമിയുടെ അന്തരീക്ഷത്തിലോട്ട് വരുമ്പോൾ അതിഭയങ്കരമായ ചൂട്, നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത ചൂടാണ് അതിനുണ്ടാകുക. നമ്മുടെ കൽപ്പന ചൗളയുടെയൊക്കെ അനുഭവം നമ്മുടെ മുമ്പിലുണ്ടല്ലോ. ഒരു ചെറിയൊരു പിഴവും വലിയൊരു തീഗോളമായി മാറി ജീവനാശം ഉണ്ടായേക്കാം. അപ്പൊ അത്തരം ഒരു റിസ്ക് ഇതിലുണ്ട്. പക്ഷെ അതും നമ്മൾ ആ ഒരു വെല്ലുവിളി, ഇന്ത്യയുടെ സ്വന്തം നിർമ്മിതിയാണിത്, ഓർക്കണം. അപ്പോൾ ആ ഒരു വെല്ലുവിളിയും ഏറ്റെടുത്തുകൊണ്ടാണ് നമ്മൾ ഈ പരീക്ഷണ വിക്ഷേപണമൊക്കെ ആ ഒരു വെല്ലുവിളി കൂടി നേരിടാൻ കൂടിയാണ് ഈ പരീക്ഷണമൊക്കെ നടത്തിയ ശേഷം, 3 പരീക്ഷണം നടത്തിയ ശേഷം ആളെ കയറ്റിയുള്ള വിക്ഷേപണം നടത്തുക. അപ്പോൾ പല സംശയങ്ങൾ ഉണ്ടാകുന്നുണ്ട്. കാര്യം ഈ പറയുന്ന ഈ ഗഗൻയാൻ ദൗത്യത്തിന് ഏതാണ്ട് 20,000 കോടി രൂപ ചെലവുണ്ട്. ഇതുകൊണ്ട് എന്തെങ്കിലും നേട്ടമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. കാരണം ഒരു ബഹിരാകാശത്ത് പോയിട്ട് അവിടെ കുറച്ച് നേരം ചെലവഴിച്ച് തിരിച്ചു വരിക, ഇത് മാത്രമേ ഈ ഗഗൻയാൻ ദൗത്യം കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. നമുക്കവിടെ ഒരു ബഹിരാകാശ നിലയമില്ല. ഇപ്പോൾ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നമ്മുടെ ശുഭാൻഷു ശുക്ല പോയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതേപോലെ ഉള്ളൊരു പരിപാടിയല്ല ഇത്. നമ്മൾ ബഹിരാകാശത്ത് ചെന്നിട്ട് മടങ്ങുക എന്നുള്ളതാണ്. നമുക്ക് സ്വന്തമായി ബഹിരാകാശ നിലയമില്ല. ചൈനയ്ക്കുണ്ട് കേട്ടോ, ചൈനയ്ക്കുണ്ട്. പിന്നെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം സോവിയറ്റ് യൂണിയനൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും പ്രവർത്തനക്ഷമമല്ല, പ്രവർത്തനക്ഷമമല്ല. അപ്പോൾ ഇവിടെ സജീവമായിട്ട് സ്വന്തം നിലയിൽ ഇപ്പോൾ സജീവമായിട്ടുള്ളത് ചൈനയുടെ മാത്രമാണ് നമുക്ക് പറയേണ്ടി വരും. അപ്പോൾ ഇന്ത്യ സ്വന്തമായി ബഹിരാകാശ നിലയം പോലും ഇല്ലാതെ എന്തിനാണ് ഈ ബഹിരാകാശത്ത് പോയിട്ട് ഇത്രയും പണച്ചെലവ്? അത് ഒരു എന്താ പറയുക, ഭാവിയിലോട്ടുള്ള ഒരു ചവിട്ടുപടിയാണ്. ഇത്രയും കാശ് മുടക്കുന്നുണ്ടെങ്കിൽ അതൊരു ചവിട്ടുപടിയാണ്. കാരണം നമുക്ക് ബഹിരാകാശ നിലയം പണിയാൻ പ്ലാൻ ഉണ്ടെന്നേ. 2028 അതിൻ്റെ ആദ്യ മൊഡ്യൂൾ നമ്മൾ വിക്ഷേപിക്കും. 5 ഘട്ടങ്ങളായിട്ടാണത് ക്രമീകരിച്ചിരിക്കുന്നത്. ആ ആദ്യ മൊഡ്യൂളിൻ്റെ വിക്ഷേപണം തന്നെ ഏതാണ്ട് 1600 സംതിങ് കോടി. അപ്പം നേരത്തെ പറഞ്ഞ 20,000 കോടി, പിന്നെ ആദ്യ മൊഡ്യൂളിന് 1600. അപ്പം നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഏതാണ്ട് 69 മറ്റോ ആണ് ISRO പ്രവർത്തനക്ഷമമായത്. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഏതാണ്ട് 79 വർഷമായിട്ടുള്ളൂ. നമ്മുടെ ചരിത്രം അറിയാമല്ലോ, ഒരു വലിയ ദാരിദ്ര്യാവസ്ഥയിൽ നിന്നാണ് നമ്മുടെ രാജ്യം ഇവിടം വരെ എത്തിയത്. അപ്പം ഇത്രയും ഭാരിച്ച സാമ്പത്തിക ചെലവ് ഏറ്റെടുത്തുകൊണ്ട് ഇപ്പോൾ അമേരിക്കയ്ക്കോ റഷ്യക്കോ, പഴയ റഷ്യയുടെ കാര്യം പറയുന്നത്, ഇപ്പോഴത്തെ റഷ്യയിലെ പഴയ സോവിയറ്റ് യൂണിയൻ സമ്പന്നമായിരുന്നു, ചൈനയും അതിസമ്പന്നമായ രാഷ്ട്രമാണ്. അവർക്കൊക്കെ നേടാൻ പറ്റുന്ന തരത്തിലുള്ള അച്ചീവ്മെന്റുകളിലേക്ക് നമ്മുടെ രാജ്യവും പോകുന്നു. ആ ഒരു വളർച്ച നമ്മുടെ രാജ്യം, ആ ഒരു അടയാളമായിട്ട് നമ്മളിതിനെ കാണണം. കൂടാതെ ഈ 2028 നമ്മൾ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൻ്റെ ആദ്യ മൊഡ്യൂൾ എത്തിച്ചിട്ട് 2035 നമുക്ക് സ്വന്തമായി ഒരു ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ നിലയം, ഇതാണ് അതിൻ്റെ പേര്, അത് അവിടെ സ്ഥാപിക്കുക എന്നുള്ളതാണ് നമ്മുടെ അജണ്ട. ചിലപ്പോൾ കുറച്ച് കാലതാമസം ഉണ്ടായേക്കാം, എന്നിരുന്നാലും അതിൻ്റെ പരിപാടി നമ്മുടെ കയ്യിലുണ്ട്. ഇതും കഴിഞ്ഞിട്ട് നമ്മുടെ ഇപ്പോൾ ചേട്ടൻ ചോദിച്ചു തുടങ്ങിയത് നമ്മുടെ ആർടെമിസ് ദൗത്യം, ചന്ദ്രനിലേക്ക് അമേരിക്ക പോയി, നമുക്കും പോയിക്കൂടെ? എന്നാൽ ഇത്രയൊക്കെ ആയല്ലോ. ഇപ്പോൾ ലോകത്തെ ഏറ്റവും വലിയ ബഹിരാകാശ സാങ്കേതിക രംഗത്തെ അമേരിക്കയെ പോലും ഈ കൊമേഴ്സ്യൽ വിക്ഷേപണ രംഗത്ത് വാണിജ്യ അടിസ്ഥാനത്തിൽ സാറ്റലൈറ്റുകളെ വിക്ഷേപിക്കുന്ന കാര്യത്തിൽ ISRO നാസയെ പോലും കടത്തി വെട്ടിയിട്ടുണ്ട്. അപ്പം അത്തരത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു രാഷ്ട്രത്തിന് തീർച്ചയായിട്ടും നമ്മുടെ ചന്ദ്രനിൽ പോകാം, ആളെ എത്തിക്കാം. നമ്മൾ പോയിട്ടുണ്ട്, പക്ഷെ പോയത് ചന്ദ്രയാൻ ആണ്. നമ്മുടെ റോബോട്ടിക് സാങ്കേതിക വിദ്യ വിജയകരമായ ദക്ഷിണ ധ്രുവത്തിലെത്തി ചരിത്രം സൃഷ്ടിച്ചിട്ടുണ്ട്. അപ്പോൾ വേണമെങ്കിൽ മനുഷ്യനെ അയക്കാം. ഒരു നമ്മുടെ ഈ ഗഗൻയാൻ ദൗത്യത്തിന്റെ കാര്യങ്ങൾ വിശദീകരിക്കാനായിട്ട് ISROയുടെ സയന്റിസ്റ്റുകൾ പ്രധാനമന്ത്രി മോദിയെ ചെന്ന് കണ്ടു. അപ്പൊ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ചെയ്യും, ഒരു 2040 നമ്മുടെ കുറച്ച് ആൾക്കാർ ചന്ദ്രനിൽ എത്തിക്കോട്ടെ, ചുമ്മാ കാഷ്വലായിട്ട് പറഞ്ഞേക്കുക. അപ്പൊ ആ പരിപാടിയും നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ ഇതൊക്കെ തുടങ്ങി വെക്കണം. ഇതിലൊക്കെ ഈ ലക്ഷ്യങ്ങൾ നേടണമെങ്കിൽ ആദ്യ പടിയായിട്ട് നമുക്ക് ബഹിരാകാശത്ത് സ്വന്തമായിട്ട് പോകണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് വാസ്തവത്തിൽ ഈ ഗഗൻയാൻ. അപ്പോൾ നമുക്ക് അഭിമാനിക്കാം, നമ്മുടെ ഒരു മലയാളി, നമ്മുടെ ചലച്ചിത്ര നടി ലെനയുടെ ഭർത്താവും കൂടിയാണ് പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ. അപ്പോൾ അദ്ദേഹം
ഇപ്പോൾ അവരൊക്കെ ഇപ്പോൾ തീവ്ര പരിശീലനത്തിലാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ കശ്മീരിലെ ഒറ്റപ്പെട്ട ഒരു മേഖലയിൽ. കാരണം ഏതാണ്ട് നമ്മൾ ഈ സയൻസ് ഫിക്ഷൻ സിനിമകളിൽ അന്യഗ്രഹത്തിൽ ചെല്ലുമ്പോൾ കാണുന്ന തരത്തിലുള്ള ഒരു അന്തരീക്ഷമുണ്ടല്ലോ, അതായത് അവിടുത്തെ ഭൂപ്രകൃതി, അതിന് സമാനമായ ഭൂപ്രകൃതി തന്നെ സിയാച്ചിനിലോ അങ്ങനെ സ്ഥലത്താണെന്ന് തോന്നുന്നു. കടുത്ത താപനില വളരെ കുറവാണ്, തണുപ്പാണല്ലോ, ബഹിരാകാശത്ത് ഊഷ്മാവില്ലല്ലോ. അപ്പം അത്തരത്തിലുള്ള അതീവ അപകട സാധ്യത അല്ലെങ്കിൽ അതിജീവന സാധ്യത വളരെ കുറവുള്ള മേഖലയിൽ അവർ കഠിന പരിശീലനം നടത്തിക്കൊണ്ട്, നമ്മൾ ഇവരൊക്കെ വ്യോമസേനയിലെ പ്രഗത്ഭരായ പൈലറ്റുമാരാണ്. അപ്പോൾ അത്രയും രാജ്യത്തിന് വേണ്ടി സൈനിക സേവനം അത്ര എന്താ പറയുക, സൈനിക സേവനം എന്ന് പറഞ്ഞാൽ അത്ര സുഖകരമായ ജോലിയല്ല, എന്ന് വെച്ചാൽ കഠിനമായ അധ്വാനം വേണ്ട ഒരു ജോലിയാണ്. അപ്പോൾ അത്രയും അർപ്പണബോധത്തോടെ ജോലി ചെയ്യുന്നവരാണ്. ഇവിടെയും ഞാൻ പറഞ്ഞത് അപകട സാധ്യത ഏറിയൊരു പരിപാടിയാണ്. ഇന്ത്യ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടിക്ക് ഇറങ്ങുന്നത്. അപ്പോൾ അവർ സ്വയം സന്നദ്ധരായിട്ട് വന്നവർ കൂടിയാണ്. ഇങ്ങനെ ഒരു സാധ്യതയുണ്ട്, താല്പര്യമുള്ളവർ ഉണ്ട് എന്നറിയപ്പോൾ ആദ്യം കൈപ്പൊക്കിയ ഒരാൾ കൂടിയാണ് നമ്മുടെ മലയാളിയായ ഇദ്ദേഹം. അപ്പോൾ ഇങ്ങനെ സന്നദ്ധരായി വരുന്ന ഒരു കൂട്ടം സയന്റിസ്റ്റുകളും അവരുടെ പിന്നിൽ അണിനിരക്കുന്നുണ്ട്. ഏതായാലും ഗഗൻയാൻ ദൗത്യത്തെക്കുറിച്ച് ഇന്ത്യക്ക് ശുഭകരമായ വാർത്തകൾ തന്നെയാണ്. നടത്തിയ പരീക്ഷണങ്ങളൊന്നിലും ഇതുവരെ ഒരു പാളിച്ചില്ല. പിന്നെ ഒരു സംഗതി കൂടി പറയാനുണ്ട്, അത് പറയാൻ വിട്ടുപോയി. ഈ LVM-3 എന്ന് പറയുന്ന ഒരു റോക്കറ്റ് ഉണ്ട്, നമ്മൾ അതിനെ കേട്ടിട്ടുണ്ട്. നമ്മൾ ഈ ചന്ദ്രയാൻ ദൗത്യത്തിലൊക്കെ ഈ ബാഹുബലി റോക്കറ്റ് എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിച്ചിട്ടുണ്ട് അതിനെ. ഇന്ത്യ കണ്ടെത്തിയിൽ വെച്ച് ഏറ്റവും കരുത്തുറ്റ ഒരു റോക്കറ്റാണ്. പക്ഷേ അത് സാറ്റലൈറ്റുകൾ കൊണ്ടുപോകാൻ വേണ്ടി നമ്മൾ സജ്ജീകരിച്ചതാണത്. കാര്യം അതിന് അപകടം പറ്റിയാലും മനുഷ്യജീവൻ കുഴപ്പമില്ല, പക്ഷെ ഇത് മനുഷ്യരെ കൊണ്ടുപോകുമ്പോൾ അതിന് ചില ഭേദഗതികളൊക്കെ വരുത്തണം. അപ്പോൾ ഈ LVM Mark 3 ലോഞ്ച് വെഹിക്കിൾ മാർക്ക് 3 എന്നതിൻ്റെ ഫുൾ ഫോം, അതിന് ചില ഭേദഗതികളോടുകൂടിയാണ്. അപ്പോൾ പല കാര്യങ്ങൾ കൂടിയുണ്ട്. അത്തരത്തിൽ ചില പരിഷ്കാരങ്ങൾ കൂടി വരുത്തി നമ്മൾ ഈ ഒരു ദൗത്യത്തിൽ പോരുമ്പോൾ അതിന് പ്രത്യേകതകൾ ഏറെയാണ്, അപകട സാധ്യത ഏറെയാണ്. പക്ഷെ നമ്മുടെ രാജ്യം അത് കൈവരിക്കുക തന്നെ ഉറപ്പാണ്.